മുറി കിടക്കുന്ന ഒരു കിടപ്പ്. എന്ത് കുഴപ്പം പറ്റി? അന്ന് ഞാൻ വന്ന് ഇവിടെയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ ഈ മുറി ചൂല് കണ്ടിട്ടില്ല. ആഹാ, എന്റെ മുറി എങ്ങനെ കിടക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം കേട്ടോ. ഈ തുണിയിലൊന്ന് അലക്കാൻ കൊടുത്തൂടെ? നീ എന്നെ കുറ്റപ്പെടുത്താനാണോ വന്നിരിക്കുന്നത്? കൊണ്ടുപോകാൻ വല്ല തുണികളുണ്ടോ? ഉള്ളതൊക്കെ മതി. ആ താക്കോല് തന്നിട്ട് പോണം. നാളെ ഞാൻ വന്ന് ഇവിടെയെല്ലാം വൃത്തിയാക്കി തുണികളെല്ലാം അലക്കാൻ കൊടുത്തിട്ട് പോകാം. ഇപ്പോഴേ ഭരണം തുടങ്ങിക്കളയാമെന്നാണോ? ഒരപേക്ഷ. അപേക്ഷിച്ചോളൂ. ഈ പെണ്ണിനെ ഒരു തുണി ഉടുപ്പിക്കാമോ? തുണിയുള്ള പെണ്ണിന്റേത് എങ്ങനെ കളയാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ. വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. എങ്കിൽ വേണ്ട. ചേട്ടന് വരയ്ക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? ഭൂമി ഉറങ്ങുമ്പോൾ, പ്രകൃതി മഞ്ഞു പുതച്ച് മയങ്ങി ഉറങ്ങുമ്പോൾ എന്റെ വികാരങ്ങൾ ഉണരും, എന്റെ ഭാവന ഉണരും. ഞാൻ വരയ്ക്കും, പാടും. രണ്ടും ഒന്നിച്ചാണോ? അല്ല, കുറെ വരച്ചു കഴിയുമ്പോൾ മുഷിയും. അപ്പോൾ ടെറസിലേക്ക് ഇറങ്ങിയിരുന്ന് ആരും കാണാതെ, ആരും കേൾക്കാതെ ഞാൻ പാടും. ഞാൻ കാണും, ഞാൻ കേൾക്കും, ഭാവനയിൽ. എന്താ ചേട്ടാ? ഒന്നുമില്ല. ഭാമേ, നീ എത്ര സുന്ദരിയാണ്. ഇപ്പോഴാണോ കണ്ടുപിടിച്ചത്? ഇപ്പോഴെനിക്ക് തോന്നുന്നു പ്രപഞ്ചത്തിലെ മുഴുവൻ സ്ത്രീ സൗന്ദര്യവും നിന്നിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഇത് ഞാൻ എന്റെ ചായക്കൂട്ടിൽ പകർത്തും. നഗ്നമായ നിന്റെ സൗന്ദര്യം. വേണ്ട വേണ്ട, എന്റെ നഗ്നതയുടെ പണമൊന്നും വരയ്ക്കണ്ട. ഭാമയുടെ നഗ്നതയല്ല, നഗ്നമായ സൗന്ദര്യം. ഭാമേ, നീറൻ വേഷത്തിൽ ഈ വടിവത്ത ശരീരം ഒരു കലാകാരന് കാണിച്ചു കൊടുക്കുന്ന സ്പിരിറ്റോടെ വരണം. സ്ത്രീ സൗന്ദര്യം ഞാൻ എന്റെ ചായക്കൂട്ടിൽ പകർത്തിയെടുക്കും. വരൂ ഭാമേ, വരൂ. ഒരു കലാകാരന്റെ അടങ്ങാത്ത ആവേശമാണ്.
എടാ ചന്ദ്ര, നീ വീട്ടിൽ ചെന്നാലുടൻ കല്യാണത്തിന് എത്ര പേർ വരുമെന്ന് നിന്റെ അച്ഛനെ കൊണ്ട് എഴുതി അയപ്പിക്കണം. ഞാൻ വന്ന് പറഞ്ഞാലും പോരെ? എടാ പയ്യനെ, ഇത് പിള്ളേരികളിയല്ല, പെണ്ണിന്റെയും ചെറുക്കന്റെയും രക്ഷകർത്താക്കൾ തമ്മിലുള്ള ഇടപാടാണ്. നിന്റെ തന്ത തന്നെ എഴുതി അയക്കണം. വേണം 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 വേണം. എത്ര പേര് വരുന്നുണ്ടെന്നുള്ള വിവരം കാലേ കൂട്ടി ഇവിടെ കിട്ടിയാലേ അതിനനുസരിച്ചുള്ള എനധാരികൾ ഇവിടെ ഒരുക്കാൻ നോക്കുള്ളൂ. കൈപ്പടെ തന്നെ കത്ത് കിട്ടണം. എടാ പണിക്കരാൻ പറയുന്ന കേട്ട് പഠിക്കും. നീ പോടയർക്ക, നിന്റെ ഒരു കാർന്നൂര്യമേല് കാണുമ്പോഴാ. സ്ത്രീകൾക്ക് ഇതിലിടപെടേണ്ട കാര്യമില്ല. ഞാനും പയ്യന്റെ തന്തയും കൂടി വിവാഹം ഉറപ്പിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏയ്, നീ ചെന്ന് നിന്റെ തന്തയോട് പറ. കളിയും ചിരിയൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭയഭക്തിയോട് കൂടി വേണം ഭക്ഷണം കഴിക്കാൻ. കല്യാണ പ്രായമായിട്ടും പിള്ളേരുടെ പിള്ളേർ കളി മാറിയിട്ടില്ല. പഠിക്കണമാവാ, ഇതിന് ശകല ഉപ്പ് കൂടുതലാണ്. ഉപ്പൊന്നും കൂടുതലില്ല, അത്ര ഉപ്പ് വേണം. കുറച്ച് കൂടുതലാ. എനിക്ക് അത്ര ഉപ്പ് വേണം. സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി. അതെ, സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി. എനിക്കൊരു കഷ്ണം കൂടി. അങ്ങനെ വഴിക്കുവാ. രുചി അറിഞ്ഞ് ഭക്ഷിക്കുന്നവരുണ്ടല്ലോ ഇവിടെ. ചോറ് കുറച്ചുണ്ടാ മതി, പായസം ഉണ്ട്. ആര് പറഞ്ഞു പായസം വെക്കാൻ? ഇവിടെ എല്ലാം കണ്ടമാനം ചെലവാണ്. ആ, വേഗം പേശാൻ എടുത്തോണ്ട് വാ. മധുരം അങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. അല്ലയാ, നീ പോകുന്നതിന്റെ സൽക്കാരമാണ് ഈ പായസം. വരുന്ന നിങ്ങാണ് ഒരു പായസം. വേഗം വരണേ. നിനക്ക് പായസം കുടിക്കാനല്ല ഞാൻ വരുന്നത്. ഞാനെന്നാ പോട്ടെ. കുറച്ച് ചായ ഫ്ലാസ്കിൽ തന്നയക്കാം. രാത്രി ഉറക്ക വിളിച്ചിരിക്കാനുള്ളതല്ലേ. മരുമക്കൾ വരുമ്പോ അമ്മായിയമ്മമാര് കാലേ കിടന്ന് പാലെടുക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയാലേ നെറ്റ് വളരുന്നത് പയ്യന്മാരെ ചായ ചായ വിളികെട്ടാണ്. എന്റെ അമ്മേ, ഈ ചന്ദനെ കൊണ്ട് എന്തിന് വെറുതെ ചായ നീ കുടിച്ചു? പോടാ. ചായ വേണ്ടമ്മേ, ആ ട്രെയിനിന് സമയമായി, ഞാൻ വരാം. മാമ എവിടെ? ഫാമേ, ഫാമേ, ഈ പെണ്ണെവിടെ പോയി? ശരി, സാരമില്ല, ഞാൻ വരാം. രാത്രി യാത്ര പറയണ്ട. ഈ പെണ്ണ് എവിടെ പോയിരിക്കുക? ഫാമേ, ഇത് വനജോത്സനിൽ ഉണ്ടായതല്ല, എന്റെ അരിമുല്ലയിൽ ഉണ്ടായതാണ്. മുദ്രമുദ്ര ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. എന്റെ അരിമുല്ലയുടെ പൂക്കൾ ഒരാഴ്ചത്തേക്ക് വാടുകയില്ല. ഇതും ഞാൻ വരും വരുമായില്ല. വന്നില്ലേ? ഇല്ലല്ലോ. നീ ഇവിടെ വന്നിരിക്കുകയാണോ? നീ എന്ത് വടി പെണ്ണെ മരോട്ടിക്കാതെന്ന കാക്കപ്പല് തൂങ്ങിയിരിക്കുന്നത്? ചന്ദ്രേട്ടൻ 7 ദിവസത്തിനകം വരാന്ന് പറഞ്ഞതാ. പോയിട്ട് 10 ദിവസമായി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകാൻ കുറെ ദിവസം കൂടെ അവിടെ താമസിക്കേണ്ടി വന്നു കാണും. ഒരു എഴുത്ത് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഒരു കമ്പി അടിച്ചൂടെ? അയ്യോടാ, അതിന് നീ എന്തിനാ വേണ്ട എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനാണോ കമ്പി അടിക്കുകയും കത്തിരിക്കുകയും ചെയ്യേണ്ടത്? അത് കൊള്ളാം. നീ വന്ന് കാപ്പി കുടിക്കണം. ഇങ്ങ് വരട്ടെ, ഞാൻ മിണ്ടില്ല.
പാവം പൂവ്. എന്താണ് ഇത്രയും സഹതാപം? എനിക്ക് കവിഹൃദയമുള്ളതുകൊണ്ട്. വല്ല പെമ്പിളടിയും തലേന്ന് വീണതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള വേദനയായിരിക്കും. നീ പോടി മണ്ടി. മഹാകവി കുമാരനാശാന് പുതുതായി വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കണ്ടിട്ടല്ല കാവ്യഭാവന ഉണർന്നത്, താഴെ വീണ് കിടക്കുന്ന പൂവിനെ കണ്ടിട്ടാണ്. വീണപൂവ്. വീണപൂവിനെ ആദരിച്ചുകൊണ്ടല്ല എന്റെ പാട്ട് നീ കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ.